നമസ്കാരം എല്ലാവർക്കും. ഇന്നേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കിഡിലൻ ഐറ്റമാണ്. സൂപ്പർ ഐറ്റം കേട്ടോ. ഒരു ചൈനീസ് റെസിപ്പിയിൽപ്പെട്ട ഒരു ചിക്കൻ്റെ ഐറ്റമാണ്. നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റിയ, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെല്ലാം ചെയ്യാൻ പറ്റിയല്ലോ അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കല്ലോ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ബാ. അപ്പോൾ ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ജിഞ്ചർ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഗാർലിക്ക് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഓണിയൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചില്ലി പേസ്റ്റ് ആട്ടോ, സാൾട്ട്, ഷുഗർ, വൈറ്റ് പെപ്പർ, ഇത്ര സാധനങ്ങളാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, സെലറി, അതും നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കണേ. ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ കോട്ടിങ്ങിൻ്റെ മസാല. എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, വൈറ്റ് പേപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, സാൾട്ട്, ഇത്ര സാധനങ്ങളെ വേണ്ടു കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാപ്സിക്കോട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കോൺഫ്ലവർ കറിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അതും കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഫയർ കത്തിച്ചിട്ടുണ്ട്, കടായി വെച്ചിട്ടുണ്ട്. കടായിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയതിന് ശേഷം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ മതി കേട്ടോ. നമുക്ക് മെയിനായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് കൂടുതൽ വേണം കേട്ടോ, നമ്മൾ ജിഞ്ചർ ചിക്കൻ ആണല്ലോ ചെയ്യുന്നത്. കുറച്ച് ഗാർലിക് കൂടെ, ഒറ്റ പോർഷൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള നിങ്ങൾ ക്വാണ്ടിറ്റി ഏകദേശം കാണുന്നുണ്ടെന്ന് എനിക്ക് കാണുന്നുണ്ടല്ലോ, ഞാൻ ഇടുന്ന ക്വാണ്ടിറ്റി ഏകദേശം എന്തേരം ഉണ്ടെന്നുള്ളത്. ഒറ്റ പോർഷനേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക്, 2 സ്പൈസിയുള്ള പച്ചമുളക് കാണുന്നുണ്ട്, 2 തന്നെ വേണ്ട കേട്ടോ. അത് നമുക്ക് എത്ര സ്പൈസി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് സോട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ സോസ് എടുത്തിരിക്കുന്നത് കണ്ടോ, ഏകദേശം എത്ര ക്വാണ്ടിറ്റി സോസ് ഒഴിച്ചെന്നുള്ളത് കണ്ടു കാണുമല്ലോ. ഇനി നമുക്ക് ഗ്രീൻ ചില്ലി സോസ് കേട്ടോ. ഗ്രീൻ ചില്ലി സോസ് കുറച്ച് മതി കേട്ടോ, കണ്ടോ, കുറച്ച് മതിയേ. ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതൽ വേണം, ഗ്രീൻ ചില്ലി സോസ് കുറച്ച്, സോയാ സോസും കണ്ടോ, ഏകദേശം ഒരു ക്വാണ്ടിറ്റി മനസ്സിലായില്ലേ. ആ ഒരു പരുവത്തിന് നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഞാൻ ചില്ലി പേസ്റ്റ് ആട്ടോ ആഡ് ചെയ്യുന്നത്, കുറച്ച് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാവേ. ആ സോസിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാവേ. ആദ്യം ഞാൻ സാൾട്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ വൈറ്റ് പെപ്പർ ആട്ടോ ആഡ് ചെയ്യുന്നത്, വൈറ്റ് പെപ്പർ. ഇനി നമുക്ക് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന്, ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനൊരു 2 ലാഡിൽ വെള്ളമാട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഒറ്റ പോർഷൻ കറിയുള്ളല്ലോ, അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല ലൂസായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ അതൊന്ന് തിക്നെസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഈ സമയത്ത് ഉപ്പും നമ്മുടെ മസാലയൊക്കെ കറക്റ്റാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. സാൾട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. കണ്ടോ, കോൺഫ്ലോർ നല്ല കട്ടിക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കോൺഫ്ലോർ മതിയായിരിക്കും. ഇനി നമുക്കൊരു സെമി ഗ്രേവി ടൈപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ട്, അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ട്, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെല്ലറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബോളിലോട്ടത് മാറ്റാവേ.
അപ്പോൾ നമ്മുടെ ജിഞ്ചർ ചിക്കൻ അതിനെ ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറി കേട്ടോ. നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റോടു കൂടിയുള്ളൊരു കറി തന്നെ കേട്ടോ ജിഞ്ചർ ചിക്കൻ. അപ്പോൾ കണ്ടോ നമ്മുടെ ജിഞ്ചർ ചിക്കൻ കണ്ടോ, അടിപൊളി കറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ജിഞ്ചർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണേ. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെയുള്ള ഒരു കിഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.